Welcome to my latest video. I'd love your support. Please subscribe to my channel and don't forget to hit the notification bell to stay updated on new content. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വൃദ്ധയും പന്നിക്കുട്ടനും എന്ന കഥയാണ്. ഒരു വൃദ്ധ ഒരു ദിവസം തന്റെ വീട് തൂത്തുവാരുകയായിരുന്നു. അപ്പോഴാണ് അവർക്ക് കുറച്ചു പൈസ കിട്ടിയത്. ഈ ചെറിയ തുക കൊണ്ട് ഞാൻ എന്തു ചെയ്യാനാണ്? ചന്തയിൽ പോയി ഒരു പന്നിക്കുട്ടിയെ വാങ്ങാം. അങ്ങനെ അവർ ചന്തയിൽ പോയി ഒരു നല്ല പന്നിക്കുട്ടനെ വാങ്ങി. നേരം കുറെ വൈകിയതുകൊണ്ട് രാത്രിക്ക് മുൻപേ വീടെത്താൻ അവർ വേഗം നടന്നു. പക്ഷേ പോകുന്ന വഴിയെ അവർക്ക് ഒരു ചെറിയ മരപ്പടി കടക്കണമായിരുന്നു. വൃദ്ധ എത്ര ശ്രമിച്ചിട്ടും പന്നിക്കുട്ടൻ മരപ്പടി കടക്കാൻ കൂട്ടാക്കിയില്ല. എന്തു ചെയ്യും? പന്നിക്കുട്ടനെ എടുത്തു കടത്താനുള്ള ആരോഗ്യമൊന്നും അവർക്കില്ലായിരുന്നു. ആരുടെയെങ്കിലും സഹായം കിട്ടുമോയെന്നറിയാൻ അവർ കുറച്ച് മുന്നോട്ടു പോയി. അപ്പോഴാണ് അവർ ഒരു നായയെ കണ്ടത്. അവർ നായയോട് പറഞ്ഞു, നായേ, ഈ പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. നീ അവനെ ഒന്ന് കടിച്ചാൽ അവൻ പേടിച്ച് കയറിക്കോളും. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ നായ സമ്മതിച്ചില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ടു പോയി. അവിടെ അവർ ഒരു വടി കണ്ടു. അതുകൊണ്ട് അവർ വടിയോട് പറഞ്ഞു, വടിയേ, വടിയേ, നീയാ നായയെ അടിക്കുക. നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ വടി വഴങ്ങിയില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ടു പോയി. അവൾ ഒരു തീ കണ്ടു. അതുകൊണ്ട് തീയോട് അവൾ പറഞ്ഞു, തീയേ, തീ, വടി കത്തിക്കുക. വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ തീ സമ്മതിച്ചില്ല. വൃദ്ധ വീണ്ടും കുറച്ച് മുന്നോട്ടു പോയി. അവിടെ അവർ കുറച്ച് വെള്ളം കണ്ടു. അതിനാൽ അവർ പറഞ്ഞു, വെള്ളമേ, വെള്ളമേ, തീ കെടുത്തുക. തീ വടിയെ കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ എന്തു കാര്യം? വെള്ളം അതിന് തയ്യാറായില്ല. അവർ കുറച്ചുകൂടി മുന്നോട്ടു പോയി. ഒരു കാളയാണ് അവർ പിന്നെ കണ്ടുമുട്ടിയത്. കാളയോട് അവർ പറഞ്ഞു, കാളേ, കാളെ, വെള്ളം കുടിച്ചു വറ്റിക്കൂ. വെള്ളം തീ കെടുത്തുന്നില്ല, തീ വടിയെ കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ കാള സമ്മതിച്ചില്ല. അവർ വീണ്ടും മുന്നോട്ടു പോയി. അവിടെ അവർ ഒരു കശാപ്പുകാരനെ കണ്ടു. അതുകൊണ്ട് അവർ പറഞ്ഞു, കശാപ്പുകാരാ, കശാപ്പുകാരാ, കാളയെ കൊല്ലുക. കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല, വെള്ളം തീ കെടുത്തുന്നില്ല, തീ വടിയെ കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ കശാപ്പുകാരൻ അതിന് ഒരുക്കമല്ലായിരുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ടു പോയി. ഒരു കയർ കിടക്കുന്നത് കണ്ടു. അവർ അതിനടുത്ത് ചെന്നു പറഞ്ഞു, കയറേ, കയറേ, നീ ആ കശാപ്പുകാരനെ തൂക്കിലേറ്റണം. കശാപ്പുകാരൻ കാളയെ കൊല്ലുകയില്ല. കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല, വെള്ളം തീ കെടുത്തുന്നില്ല, തീ വടി കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ കയർ അതിന് തയ്യാറായില്ല. വൃദ്ധ കുറച്ച് മുന്നോട്ടു പോയി. അവർ ഒരു എലിയെ കണ്ടു. എലിയോട് അവർ പറഞ്ഞു, എലിയേ, എലിയേ, കയർ കടിച്ചു മുറിക്കുക. കശാപ്പുകാരനെ കയർ തൂക്കുന്നില്ല, കശാപ്പുകാരൻ കാളയെ കൊല്ലുകയില്ല, കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല, വെള്ളം തീ കെടുത്തുന്നില്ല, തീ വടി കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം. പക്ഷേ എലി സമ്മതിച്ചില്ല. അവർ വീണ്ടും കുറച്ച് മുന്നോട്ടു പോയി. അവർ പിന്നെ ഒരു പൂച്ചയെ കണ്ടു. പൂച്ചയോട് വൃദ്ധ അഭ്യർത്ഥിച്ചു, പൂച്ചേ, പൂച്ചേ, എലിയെ കൊല്ലുക. എലി കയറു കടിച്ചു മുറിക്കുന്നില്ല, കശാപ്പുകാരനെ കയർ തൂക്കുന്നില്ല, കശാപ്പുകാരൻ കാളയെ കൊല്ലുകയില്ല, കാള വെള്ളം കുടിച്ചു വറ്റിക്കുന്നില്ല, വെള്ളം തീ കെടുത്തുന്നില്ല, തീ വടിയെ കത്തിക്കുന്നില്ല, വടി നായയെ അടിക്കുന്നില്ല, നായ പന്നിയെ കടിക്കുന്നില്ല, പന്നിക്കുട്ടൻ മരപ്പടി കടക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി വീടത്തില്ല. എന്നെ ഒന്ന് സഹായിക്കണം.
എന്നാൽ ഇത് കേട്ട പൂച്ച വൃദ്ധയോട് പറഞ്ഞു, നീ അക്കരെ പശുവിന്റെ അടുത്ത് പോയി എനിക്ക് ഒരു പാത്രം പാൽ കൊണ്ടുവന്നാൽ ഞാൻ എലിയെ കൊന്നുതരാം. ഉടൻ തന്നെ വൃദ്ധ പശുവിന്റെ അടുത്തേക്ക് പോയി. പശുവേ, പശുവേ, നീ എനിക്കൊരു പാത്രം പാൽ തരുമോ? പാൽ കിട്ടിയാൽ പൂച്ച എലിയെ കൊല്ലാൻ നോക്കും. എലി കയറു കടിച്ചു മുറിക്കാൻ ശ്രമിക്കും. കശാപ്പുകാരനെ തൂക്കിലേറ്റാൻ തയ്യാറാകും. കശാപ്പുകാരൻ കാളയെ കൊല്ലാൻ എത്തും. കാള വെള്ളം കുടിച്ചു വറ്റിക്കാൻ നോക്കും. വെള്ളം തീ കെടുത്താനെത്തും. തീ വടിയെ കത്തിക്കാനൊരുങ്ങും. വടി നായയെ അടിക്കാൻ നോക്കും. നായ പന്നിക്കുട്ടനെ കടിക്കാൻ വരും. പന്നിക്കുട്ടൻ മരപ്പടി കടക്കും. ഞാൻ ഇന്ന് രാത്രി വീടെത്തും. എന്നെ ഒന്നു സഹായിക്കണം. എന്നാൽ പശു അവളോട് പറഞ്ഞു, നീ അക്കരെയുള്ള കൂമ്പാരത്തിൽ പോയി ഒരു പിടി വൈക്കോൽ കൊണ്ടുവന്നാൽ ഞാൻ നിനക്ക് പാൽ തരാം. അങ്ങനെ വൃദ്ധ വൈക്കോൽ കൂനയുടെ അടുത്തേക്ക് പോയി. അവർ വൈക്കോൽ കൂനയോട് പറഞ്ഞു, വൈക്കോൽ കൂനെ, വൈക്കോൽ കൂനെ, എനിക്ക് നീ കുറച്ചു വൈക്കോൽ തരുമോ? വൈക്കോൽ കൊടുത്താൽ പശു എനിക്ക് പാൽ തരും. പാൽ കിട്ടിയാൽ പൂച്ച എലിയെ കൊല്ലാൻ നോക്കും. എലി കയറു കടിച്ചു മുറിക്കാൻ ശ്രമിക്കും. കശാപ്പുകാരനെ തൂക്കിലേറ്റാൻ തയ്യാറാകും. കശാപ്പുകാരൻ കാളയെ കൊല്ലാൻ എത്തും. കാള വെള്ളം കുടിച്ചു വറ്റിക്കാൻ നോക്കും. വെള്ളം തീ കെടുത്താനെത്തും. തീ വടിയെ കത്തിക്കാനൊരുങ്ങും. വടി നായയെ അടിക്കാൻ നോക്കും. നായ പന്നിക്കുട്ടനെ കടിക്കാൻ വരും. പന്നിക്കുട്ടൻ മരപ്പടി കടക്കും. ഞാൻ ഇന്ന് രാത്രി വീടെത്തും. എന്നെ ഒന്ന് സഹായിക്കണം. വൃദ്ധയോട് ദയ തോന്നിയ വൈക്കോൽ കൂന വേഗം കുറെ വൈക്കോൽ കൊടുത്തു. വൃദ്ധ വേഗം തന്നെ വൈക്കോൽ കൊണ്ടുപോയി പശുവിന് കൊടുത്തു. പശു വൈക്കോൽ തിന്ന് ഉടനെ വൃദ്ധയ്ക്ക് പാൽ കൊടുത്തു. അവർ അതുമായി പൂച്ചയുടെ അടുത്തേക്ക് പോയി. പൂച്ച പാൽ കുടിച്ചതും എലിയെ കൊല്ലാൻ ഒരുങ്ങി. എലി കയർ കടിക്കാനോടി. കയർ കശാപ്പുകാരനെ തൂക്കിയിടാൻ നോക്കി. കശാപ്പുകാരൻ കാളയെ കൊല്ലാൻ തയ്യാറായി. കാള വെള്ളം കുടിച്ചു വറ്റിക്കാൻ ചെന്നു. വെള്ളം തീ കെടുത്താനെത്തി. തീ വടി കത്തിക്കാൻ ശ്രമിച്ചു. വടി നായയെ അടിക്കാൻ തുടങ്ങി. നായ ചാടി പന്നിക്കുട്ടനെ കടിക്കാൻ ഒരുങ്ങി. പേടിച്ചരണ്ട് പന്നിക്കുട്ടൻ ഒരു ചാട്ടത്തിന് മരപ്പടി ചാടി കടന്നു. അങ്ങനെ വൃദ്ധ പണിക്കുട്ടനെയും കൊണ്ട് അന്നു രാത്രിക്ക് മുൻപേ തന്റെ വീട്ടിലെത്തി. ഇത് ആണ് വൃദ്ധയും പന്നിക്കുട്ടനും എന്ന കഥ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാനും മറക്കരുതേ. ചാനലിന് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഓണാക്കുക. നന്ദി.